അപ്പുറം, കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അപ്പുറങ്ങൾ. ഒരു വാർത്തയുടെ അപ്പുറങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത്. വാർത്തയ്ക്ക് ഒരു നിശ്ചിതത്വമുണ്ട്. ഇതാ ഒരു കാര്യം എന്ന് അത് നമ്മളിലേക്ക് എത്തുന്നു. വാർത്ത പറയുന്ന കാര്യത്തിൻ്റെ എല്ലാം വാർത്തയിലുണ്ട് എന്ന പ്രതീതി വാർത്ത സൃഷ്ടിക്കുന്നു. എന്നാൽ വസ്തുത മറിച്ചാണ്. പറയാനുള്ള കാര്യത്തിൻ്റെ മാധ്യമവൽക്കരണം മാത്രമാണ് വാർത്ത. ഏതു വാർത്തയ്ക്കും അപ്പുറങ്ങൾ ഉണ്ടാകും. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടു. കവി പാബ്ലോ നെരൂദ കൊല്ലപ്പെടുകയായിരുന്നു എന്ന വാർത്ത. കവിയുടെ അനന്തരവൻ റൊഡാൾഫോ റെയ്സാണ് അത് പറഞ്ഞത്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയിൽ ഇത് തെളിഞ്ഞു. സംഘം അധികാരികൾക്ക് റിപ്പോർട്ട് നൽകി. റൊഡാൾഫോ റെയ്സിൻ്റെ വാക്കുകൾ വാർത്താ ഏജൻസിയായ AP ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പരിപാടി കാണുന്ന ചിലർ ഈ വാർത്ത കണ്ടിരിക്കാം, പശ്ചാത്തല വിവരങ്ങളോടെ വായിച്ചിരിക്കാം. പക്ഷേ ഇങ്ങനെ അങ്ങ് വായിച്ചു വിടേണ്ടതല്ല ഈ വാർത്ത. ഭൂഖണ്ഡങ്ങൾക്കും മഹാസമുദ്രങ്ങൾക്കും അപ്പുറം 50 കൊല്ലം മുമ്പ് മരിച്ചുപോയൊരു കവി കൊല്ലപ്പെടുകയായിരുന്നു എന്ന കണ്ടെത്തൽ മാത്രമായി ചുരുങ്ങേണ്ടതല്ല ഈ വാർത്ത. എൻ്റെയൊക്കെ തലമുറക്കാരായ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറുനാടൻ കവി പാബ്ലോ നെരൂദയായിരിക്കും. അഭിജ്ഞാന ശാകുന്തളത്തിന് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി തുരുതുരെ മലയാള പരിഭാഷകൾ ഉണ്ടായത് ഒരു സാഹിത്യ അത്ഭുതമായി പറയാറുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരനുഭവം നെരൂദയ്ക്കുമുണ്ട്. മലയാളത്തിലെ നെരൂദ പുസ്തകങ്ങളുടെ എണ്ണം ദശക്കണക്കിന് വരും. എന്തിനേറെ, ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് എന്ന വിഖ്യാതമായ കവിതയ്ക്ക് മാത്രം പരക്കെ അറിയപ്പെടുന്ന 1 ഡസൻ മലയാള പരിഭാഷകളെങ്കിലും ഉണ്ട്. ഒരു കവിയുടെ രചനകൾ എഴുതപ്പെട്ട് 1 നൂറ്റാണ്ട് എത്താറായിട്ടും ആ നാടുമായോ അവിടുത്തെ ഭാഷ, സംസ്കാരം, ചരിത്രം എന്നിവയുമായോ ഒരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ലാത്ത മറ്റൊരിടത്ത് ഇങ്ങനെ അനുവർത്തനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു സാംസ്കാരിക അത്ഭുതമാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ ആകെ തന്നെ പ്രിയ കവിയാണ് നെരൂദ. കവിത കൊണ്ടും ജീവിതം കൊണ്ടും. നെരൂദ 1904 ചിലിയിൽ ജനിച്ചു. സ്പാനിഷിൽ എഴുതി. തൂലികാനാമത്തിലേക്ക് പോയത് അച്ഛനെ പേടിച്ചിട്ട്. മകൻ കവിത എഴുതുന്നത് അച്ഛന് ഇഷ്ടമായിരുന്നില്ലത്രേ. അതൊരു തുടക്കമായിരുന്നു. പിതൃനിയന്ത്രണത്തോട് 13-ാം വയസ്സിൽ നടത്തിയ ഈ പോരാട്ടം ഇതര ആധിപത്യ സ്വരൂപങ്ങളോട് ജീവിതത്തിൽ ഉടനീളം കവി തുടർന്ന് നടത്തുന്നുണ്ട്. 23-ാം വയസ്സിൽ ഡിപ്ലോമാറ്റായി. പല നാടുകളിൽ ജോലി ചെയ്തു. പുരോഗമന നിലപാടുകൾ സ്വീകരിച്ചതിന് കോൺസൽ പദവിയിൽ നിന്ന് തിരിച്ചു വിളിക്കപ്പെട്ടു. താൻ എന്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടുവോ അതേ ജീവിതാവിഷ്കാരത്തിന്, രാഷ്ട്രീയത്തിന് ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് കവി അധികാരികളോട് പ്രതികരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം, സജീവ രാഷ്ട്രീയ പ്രവർത്തനം, പാർട്ടിയുടെ നിരോധനം, രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെടൽ, അറസ്റ്റ് വാറന്റ്, തൊഴിലാളികളുടെ വീടുകളിൽ മാറി മാറിയുള്ള ഒളിവ് ജീവിതം, വേട്ടയാടപ്പെടൽ, പലവട്ടം മരണത്തെ മുന്നിൽ കണ്ട സാഹസികമായ പലായനം, വിപ്രവാസ ജീവിതം എന്നീ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി മറ്റൊരു ലോക മഹാകവിക്കുമില്ലാത്ത ജീവചരിത്രത്തിന് നെരൂദ അവകാശിയായി. ചിലിയിൽ പട്ടാള അട്ടിമറി നടന്നതിന് പിന്നാലെ സംഭവിച്ച അദ്ദേഹത്തിൻ്റെ മരണം പട്ടാള ഭരണകൂടം ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു എന്ന സംശയം അന്നേ ഉയർന്നിരുന്നു. ഈ നിറഞ്ഞ ജീവിതത്തിനിടയ്ക്കാണ് നെരൂദ കവിതകൾ എഴുതിയത്. 15-ാം വയസ്സിൽ ആദ്യ കാവ്യ സമാഹാരം സന്ധ്യാപുസ്തകം പുറത്തിറങ്ങി. 19-ാം വയസ്സിൽ പുറത്തു വന്ന 2ാമത്തെ പുസ്തകം 20 പ്രണയ കവിതകളും ഒരു നൈരാശ്യ ഗീതവും അദ്ദേഹത്തെ സ്പാനിഷ് ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ പുതുമുഖ കവിയാക്കി. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചയുടനെ സദാചാര ഭ്രാന്തന്മാരുടെ പടപ്പുറപ്പാട് തന്നെ നെരൂദയ്ക്ക് നേരെ ഉണ്ടായി. കുറ്റം, കൗമാരക്കാരനായ ഒരു കവിയുടെ രചനകളിൽ ഇതുവരെ കാണാത്ത രതിപരത. പക്ഷേ പിൽക്കാലത്ത് നെരൂദയുടെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും പരിഭാഷ ചെയ്യപ്പെട്ട, ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ട പുസ്തകമായി പ്രണയവ്യഥയുടെ പുസ്തകം എന്ന് കവി തന്നെ വിശേഷിപ്പിച്ച ഈ കൗമാരകാല രചന മാറി. പിന്നീട് 40ഓളം പുസ്തകങ്ങൾ എഴുതി. കാൻഡോ ജനറൽ എന്ന ബൃഹത് കാവ്യമാണ് മാസ്റ്റർ പീസ്. 1971 67-ാം വയസ്സിലാണ് നെരൂദയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. മരിക്കുന്നതിന് 2 കൊല്ലം മാത്രം മുമ്പ്. ആ ബഹുമതി വൈകി എന്നും
അത് കവിയുടെ രാഷ്ട്രീയം കാരണമായിരുന്നു എന്നും ലോകം ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. എന്താണ് നെരൂദയുടെ കാവ്യ സംഭാവന? വരേണ്യ ന്യൂനപക്ഷത്തിൻ്റെതാണ് കവിത എന്ന ദുഃഖ യാഥാർത്ഥ്യത്തെ തൻ്റെ നാട്ടിൽ തൻ്റെ കാലത്തെങ്കിലും അട്ടിമറിച്ച കവിയാണ് നെരൂദ. അദ്ദേഹം കവിത ഭൂരിപക്ഷത്തിൻ്റെതാക്കി. തൻ്റെ കവിതയെ സാഭിമാനം, അവിശുദ്ധ കവിത എന്ന് വിളിച്ചു. ശുദ്ധ കലാവാദികൾ അമൂർത്ത കവിതകൾ എഴുതി സാഹിത്യലോകം വാഴുമ്പോൾ അതിനെതിരായ ഒരു സാംസ്കാരിക പ്രയോഗമായി തൻ്റെ കാവ്യവൃത്തിയെ മാറ്റി. ലൈലാക്കുകളെയും കറുപ്പ് ചെടിപ്പൂക്കൾ ചൂടിയ അധ്യാത്മവിദ്യയെയും ഇലകളെയും കിനാവുകളെയും ജന്മനാട്ടിലെ പ്രതാപികളായ ജ്വാലാമുഖികളെയും പറ്റി പാടലല്ല, തൊഴിലാളികൾക്കൊപ്പം നിന്ന് ആത്മാവിൻ്റെ തൂമ്പ കൊണ്ട് മഞ്ഞും ചോരയും കയറ്റുകയും ഇറക്കുകയും ചെയ്യലാണ് തൻ്റെ കവിതയുടെ ദൗത്യം എന്ന് ഉദ്ഘോഷിച്ചു. നെരൂദ കവിതയുടെ ആത്മാവിലെ മുദ്ര എന്താണ്? പച്ചമഷിയിലാണ് കവി എഴുതിയിരുന്നത്. പച്ച പ്രതീക്ഷയുടെ നിറം. പ്രതീക്ഷയുടെ കവിത എന്ന നിലയ്ക്കാണ് ലോകം ആ കവിതയെ ഏറ്റെടുത്തത്. പക്ഷേ ആ കവിത ഊർധ്വബാഹുവായി ഉയർത്തിപ്പിടിച്ച പ്രതീക്ഷ രാഷ്ട്രീയ നിഷ്ഠമായ പ്രതീക്ഷയാണ്. ആത്യന്തികമായി ജനതകളെ അഭിസംബോധന ചെയ്യുന്ന മഹാഭാഷണമായിരുന്നു നെരൂദ കവിത. ജനകീയ കവിത എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ വിയർപ്പും പുകയും കൊണ്ട് അർത്ഥഗർഭമായ കവിതയാണ്. ലില്ലിപ്പൂവിൻ്റെ മാത്രമല്ല, മൂത്രത്തിൻ്റെയും ഗന്ധമുണ്ട് അതിന്. നിയമപരവും നിയമവിരുദ്ധവും ആയ എല്ലാത്തരം മനുഷ്യകർമ്മങ്ങളാലും അലങ്കരിക്കപ്പെട്ട കവിതയുമാണ് അത്. തൊഴിലാളികൾ ആക്രമിക്കപ്പെട്ട ഖനികൾക്ക് മുന്നിലേക്ക് കവിതയുമായി നടന്നു ചെന്ന് കവി ആ വിശ്വാസത്തിനൊപ്പം നിലയുറപ്പിച്ചു. ജനങ്ങൾ ആ കവിത ഏറ്റെടുക്കുകയും ചെയ്തു. പിനോഷയുടെ പട്ടാള ഭരണത്തിനെതിരായ ആദ്യത്തെയും അവസാനത്തെയും പ്രതിഷേധ പ്രകടനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെരൂദയുടെ ശവമടക്ക് യാത്ര തന്നെ അതിന് സാക്ഷി. Pablo Neruda, le plus grand poète chilien, est mort d'un cancer quelques jours après le putsch militaire. Son enterrement donne lieu à la première manifestation publique de fidélité à l'unité populaire. C'est sans doute la présence des journalistes, des caméras, qui après... പക്ഷേ ഏത് നിർവചനത്തിനുമുള്ള ലഘൂകരണ സ്വഭാവം ആ വിശേഷണത്തിനും ഉണ്ട്. കാൻറ്റോ ജനറൽ എന്ന മഹാകാവ്യപ്പേര് ഓർമ്മിപ്പിക്കും വിധം എല്ലാത്തിൻ്റെയും കവിയായിരുന്നു നെരൂദ. എല്ലാ ജാലകങ്ങളും തുറന്ന് വെക്കണം എന്നു മാത്രമല്ല, എല്ലാ ജാലകങ്ങളിലൂടെയും പുറത്തു ചാടി എല്ലാ ജീവിതവും ജീവിക്കണം എന്നും നെരൂദ പറഞ്ഞിട്ടുണ്ട്. നെരൂദയുടെ കേരളപ്രവേശത്തിൻ്റെ പൊരുളെന്ത് എന്ന ചോദ്യം പ്രസക്തമാണ്. വിപ്ലവ കവി KPG-യിലൂടെയാണ് അദ്ദേഹം മലയാളത്തിലെത്തുന്നത്. 1950-കളിൽ, മലയാളത്തിൻ്റെ ചുവന്ന ദശകത്തിൽ. എന്നിരുന്നാലും 1970-കളിൽ സച്ചിദാനന്ദനാണ് നെരൂദയെ മലയാളത്തിൻ്റെ സ്വന്തമാക്കാനുള്ള സാംസ്കാരിക സംരംഭം ഒരുപക്ഷെ അങ്ങനെയൊന്ന് ചെയ്യുകയാണ് എന്നറിയാതെ അടിയന്തരാവസ്ഥക്കെതിരായ സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ ഭാഗമായി തുടങ്ങിവെച്ചത്. പിന്നാലെ പരിഭാഷകളിലൂടെയും പഠനങ്ങളിലൂടെയും മാത്രമല്ല, കവിയരങ്ങുകളിലൂടെ, ചൊൽക്കാഴ്ചകളിലൂടെ, പോസ്റ്ററുകളിലൂടെ, പ്ലക്കാർഡുകളിലൂടെ, ചുവരെഴുത്തുകളിലൂടെ, മുദ്രാവാക്യങ്ങളിലൂടെ, ക്യാമ്പസ് മതിൽ കുറിപ്പുകളിലൂടെ, എന്തിനേറെ ഓട്ടോഗ്രാഫുകളിലൂടെയും സന്ദേശ കാർഡുകളിലൂടെയും പ്രണയലേഖനങ്ങളിലൂടെയും മുതൽ സിനിമകളിലെ അനുവർത്തനങ്ങളിലൂടെ വരെ നെരൂദയുടെ കേരളീയ ജീവിതം യാഥാർത്ഥ്യമായി. എന്റെയാണു നീ, എന്റെയാകുന്നു നീ, ചുണ്ടുകൾ മധുരിക്കുന്ന പെൺകൊടി, ചുണ്ടുകൾ മധുരിക്കുന്ന പെൺകൊടി, ചുണ്ടുകൾ മധുരിക്കുന്ന പെൺകൊടി. നെരൂദയുടെ വാക്കിനേക്കാൾ ആത്മാവിനെ ഉന്മത്തമാക്കുന്ന മദ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു നിത്യചൈതന്യയതി കവിയുടെ ഓർമ്മക്കുറിപ്പുകൾ മലയാളത്തിലാക്കിയത്. ദൈവങ്ങളും സാധുവായ മനുഷ്യൻ്റെ ശത്രുക്കളാണ് എന്നെഴുതിയ ഒരവിശ്വാസിയുടെ ജീവിതകഥയെ ഒരു സന്യസ്തൻ സ്നേഹിച്ച് 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 സ്വന്തം അനുവാചകർക്ക് കയ്യേൽപ്പിച്ചു കൊടുത്തു എന്ന ലോകൈക അത്ഭുതമാണ് അപ്പോൾ സംഭവിച്ചത്. നെരൂദ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു വലുതാക്കിയ കവിയാണ് അദ്ദേഹം എന്ന് ചിലരെങ്കിലും കുശുമ്പ് പറയുന്നുണ്ട്.
അവർക്കുള്ള മറുപടിയാണ് നിത്യചൈതന്യയതിയുടെ വാക്കുകൾ. കേരളത്തിൻ്റെ സാംസ്കാരിക മനസ്സുമായി നെരൂദ കവിത സ്വരൈക്യം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിഷ്ഠത കൊണ്ടാകാം. ഒപ്പം ആ രാഷ്ട്രീയത്തിൻ്റെ സർവാശ്ലേഷിയായ മാനവികത കൊണ്ടുകൂടിയാണ് എന്ന് യതി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. വചനം രക്തത്തിൽ നിന്ന് പിറന്നു എന്ന പുതിയ സുവിശേഷം ഘോഷിച്ച മഹാപ്രവാചകനാണ് നെരൂദ. മനുഷ്യർക്ക് സംസാരിക്കാതിരിക്കുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. ഞാൻ സംസാരിക്കുന്നു, അതിനാൽ ഞാനുണ്ട് എന്ന് വചനത്തെ വചനവൽക്കരിച്ച കവി. മറ്റാരും നീയാകില്ല നിന്നെ ഞാൻ സ്നേഹിക്കയാൽ എന്ന് പ്രണയത്തെ ആത്മവൽക്കരിച്ച കവി. തെരുവിലിവൻ വീണ് ചോരയിൽ പിടയുമ്പോൾ ചിരിക്ക നീ, നിൻ ചിരി ഉറുക്കും ഉറുമിയും എന്ന് പ്രണയത്തെ സാമൂഹികവൽക്കരിച്ച കവി. ഞാൻ മരിക്കും നിന്നെ സ്നേഹിക്ക കാരണം, ചോരയിൽ തീയിലും നിന്നെ ഞാൻ ഇങ്ങനെ സ്നേഹിക്ക കാരണം എന്ന് പ്രണയത്തെ മരണത്തിന് മുന്നിൽ നിർത്തിയ കവി. മരിക്കുമ്പോൾ ഇവൻ കൊതിപ്പൂ, നിൻകരം നിറയുമെൻമിഴി തിരുമ്പി മൂടണം എന്ന് മരണത്തെ പ്രണയവത്കരിച്ച കവി. നിങ്ങൾക്ക് എല്ലാ പൂക്കളും അറുത്തുമാറ്റാം, പക്ഷേ പൂക്കാലം വരുന്നത് തടയാനാവില്ല എന്ന് വിപ്ലവത്തെ പ്രകൃതിവൽക്കരിച്ച കവി. നിനക്കു ഞാൻ നേദിക്കും മലയോരങ്ങൾ താണ്ടിപ്പൂവുകൾ, നീലക്കൊടുവേലികൾ കൽഹാരങ്ങൾ, ഒരു ചൂരൽക്കൂടയിൽ നിറയെ ചുംബനങ്ങൾ എന്ന് പ്രകൃതിയെ മനുഷ്യവൽക്കരിച്ച കവി. ഈ കവി നമ്മൾ കണ്ടെത്തിയവനല്ല, നമ്മൾ കണ്ടെത്തേണ്ടവനാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ നെരൂദ ഈ നൂറ്റാണ്ടിന് ആരാണ്? കം ആൻഡ് സീ ദ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ്സ് എന്നതാണ് നെരൂദയുടെ ഏറ്റവും പ്രശസ്തമായ ഈരടികൾ. സ്വന്തം കാലത്തെ തെരുവുകളിലെ ചോരയിലേക്ക് വിളിച്ചിറക്കിയ കവി എന്ന വിശേഷണം അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തു ആ വരികൾ. അതുകൊണ്ട് തന്നെ തെരുവുകളിൽ ചോര വീഴുമ്പോഴൊക്കെ ലോകം ആ വരികൾ ഓർക്കും. തെരുവുകളിൽ ഏറെ ചോര വീഴുന്ന നമ്മുടെ കാലത്ത് നെരൂദ ഏറെ പ്രസക്തൻ. ജനിച്ചൊരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട് ആകാറായിട്ടും നെരൂദയുടെ ആകാശ ശബ്ദം ഇന്നും ജനതകളോട് പ്രഘോഷിക്കുന്നു. വരൂ കാണൂ തെരുവുകളിലെ രക്തം. ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നു നെരൂദ രക്തസാക്ഷിയാണ്. പട്ടാള ജൂണ്ട കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയ രക്തസാക്ഷി. കവിയുടെ മരണം രക്തസാക്ഷിത്വമാണ് എന്ന് വെളിപ്പെടുമ്പോൾ സ്വർണപാത്രം കൊണ്ട് മൂടിവച്ചാലും സത്യം പുറത്തുവരും എന്ന് നമ്മൾ ഒരിക്കൽ കൂടി കാണുകയാണ്. നെരൂദ ഒരിക്കൽ എഴുതി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, തൊഴിലാളികളോടൊത്തു പാടാൻ ഈ ചരിത്രത്തിൽ, ഈ ഭൂമിശാസ്ത്രത്തിൽ. അദ്ദേഹം മരിച്ചിട്ടും ഇവിടെ തന്നെ നിൽക്കുന്നു, ഈ ചരിത്രത്തിൽ, ഈ ഭൂമിശാസ്ത്രത്തിൽ നമുക്ക് വേണ്ടി പാടാൻ. വെല്ലുവിളിക്കപ്പെടുന്ന ജനാധിപത്യവും സ്വാതന്ത്ര്യവുമായി നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് മുന്നിലേക്കാണ് ഈ വാർത്ത എത്തുന്നത്. ഇപ്പോൾ നമുക്ക് നെരൂദയെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ വരികൾ പ്രതിജ്ഞ പോലെ ആവർത്തിക്കാം. നിങ്ങളുടെ മരിച്ച വായിലൂടെ സംസാരിക്കാൻ ഞാനിതാ വരുന്നു. എൻ്റെ സിരകളിലേക്ക് വരൂ, എൻ്റെ ചുണ്ടുകളിലേക്ക് വരൂ, എൻ്റെ വാക്കുകളിലൂടെ സംസാരിക്കൂ എൻ്റെ രക്തത്തിലൂടെ. നമസ്കാരം.